നമസ്കാരം. പല ആൾക്കാർക്കും ഇപ്പോൾ ഉള്ളൊരു സംശയമാണ്, ഇന്ത്യൻ മാർക്കറ്റിൽ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടമായി പോവുമോ, കാരണം US-ഉം ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന പല ആൾക്കാരോടും കൂടിയിട്ടാണ്. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് പണ്ട് കാലങ്ങളിൽ തന്നെ ഇന്ത്യയും US-ഉം തമ്മിൽ ഒരുപാട് വ്യാപാര ബന്ധങ്ങളുണ്ട്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ പ്രസിഡൻറ്റ്, അതായത് അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപിൻ്റെ പുതിയ വേർഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇന്ത്യ US-ലേക്ക് ഒരുപാട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ അത്രത്തോളം സാധനങ്ങൾ ഒരിക്കലും ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട തീരുവ കുറച്ച് കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ കുറച്ചേറെ തീരുവ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കാമെന്ന് ചോദിച്ചാൽ, നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വാർത്തകളിലൊക്കെ കണ്ടു, നമ്മുടെ പ്രധാനമന്ത്രി US പ്രസിഡൻറ്റുമായി സംസാരിക്കാൻ പോവുകയാണെന്നൊക്കെ. ശരിക്കും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഒരു നെഗോസിയേഷനാണ് അവിടെ നടക്കുക. ഈ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പല വ്യാപാര കാര്യങ്ങളും ഇവർ സംസാരിക്കുന്നുണ്ടാവും. അവസാനം രണ്ടുപേർക്കും ആപ്റ്റായിട്ടുള്ള ഒരു തീരുവയിലേക്ക് ഈ സംഭവം എത്തും. ഇതൊക്കെ പല തവണ നടന്ന കാര്യമാണ്, ഇനിയും ഒരുപാട് തവണ നടക്കുകയും ചെയ്യും. ഒന്ന് മനസ്സിലാക്കുക, ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം 150 crores ആൾക്കാരെ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഉൾപ്പെടുന്ന ഒരു മാർക്കറ്റാണ്. സോ സ്വാഭാവികമായിട്ടും ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും ഉണ്ടാകുന്നൊരു രാജ്യമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ടാവും. പക്ഷേ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞതുപോലെ ഇനിയും എന്താ പറയുക, മാർക്കറ്റിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ നടക്കും. മാർക്കറ്റ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് നമ്മൾ കണ്ട എക്സാമ്പിൾസാണ്. പലപ്പോഴും ഇനി ഇന്ത്യൻ മാർക്കറ്റിനായാലും ഗ്ലോബൽ മാർക്കറ്റിനായാലും ഭാവിയില്ല എന്നൊക്കെ ചിന്തിച്ചെടുത്ത് നിന്ന് വീണ്ടും അതേപോലെ തന്നെ മുന്നോട്ട് പോയൊരു മാർക്കറ്റിൻ്റെ ഹിസ്റ്ററിയാണ് ലോകത്തിന് പറയാനുള്ളത്. സോ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, കീപ്പ് ഓൺ ഇൻവെസ്റ്റിംഗ്. നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്കറ്റിൻ്റെ ഗുണങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കുറച്ച് താഴ്ന്നു നിൽക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്.